guys, welcome back to Nelson Vlog. അപ്പോൾ വീണ്ടും നിങ്ങളെ ഞാൻ നെൽസൺ വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമാണ്, സബ്സ്ക്രൈബ് ബട്ടണും ആ ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിക്കുക. അപ്പോൾ അത് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എച്ച്പിയുടെ ലാപ്ടോപ്പാണ്. എച്ച്പിയുടെ 15DS0389TU എന്ന് പറയുന്ന മോഡലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ലാപ്ടോപ്പ്. ഇത് ഇന്റലിന്റെ പ്രൊസസറാണ്. ഇന്റലിന്റെ പെന്റിയം ഗോൾഡ് പ്രൊസസർ 4417U എന്ന് പറയുന്ന പ്രൊസസറാണ് ഇതിൽ വരുന്നത്. 2.3 GHz ആണ് അതിന്റെ പ്രോസസിംഗ് സ്പീഡ് വരുന്നത്. 1 TB ഹാർഡ് ഡിസ്ക് ആണ് അതിൽ വരുന്നത്. പിന്നെ ഇതിൽ ഡ്രൈവ് ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് ഡ്രൈവ് ആവശ്യം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഡ്രൈവ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇതിൽ വിൻഡോസ് 10 ഒറിജിനൽ OS ആണ് വരുന്നത്. സാധാരണ ഈ ഒരു സീരീസിൽ, അതായത് ഏകദേശം ഒരു 22,000 രൂപയ്ക്ക് താഴെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ആ ഒരു ഇതില് വിൻഡോസ് ഒറിജിനൽ വരുന്നത് വളരെയധികം കുറവാണ് ഇതിൽ വരാറ്. ഇതിൽ വിൻഡോസ് 10 ഒറിജിനൽ അടക്കാണ്, OS അടക്കാണ് വരുന്നത്. പിന്നെ 4GB RAM ആണ് വരുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ സൈസ് 50.6 ആണ് വരുന്നത്. പിന്നെ വൈഫൈ, ബ്ലൂടൂത്ത്, ഇത്രയൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഈ ബോക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ബാക്ക് പാക്ക് കൂടി, എച്ച്പിയുടെ നല്ലൊരു ബാക്ക് പാക്ക് കൂടി നമുക്ക് തരുന്നുണ്ട്. ഇതെന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എന്നൊക്കെ. നമുക്ക് ആ പാക്കേജിൽ വരുന്നത് ഇതിന്റെ അഡാപ്റ്റർ, പവർ കോഡ്, ലാപ്ടോപ്പ്, പിന്നെ അതിന്റെ യൂസർ മാനുവൽ. നമ്മൾ സാധാരണ നമ്മൾ വായിക്കാറില്ല, മടക്കിയിട്ട് അതേപോലെ തന്നെ അതിന്റെ ബോക്സ് ഇടാറാണ് പതിവ്. വളരെ നല്ലൊരു ഡിസൈനിലാണ്. എച്ച്പിയുടെ ഏകദേശം എല്ലാ മോഡൽസും ഈ ഒരു ഡിസൈനിലാണ് ഉണ്ടാവാറ്. പിന്നെ ഇതിൽ അവരുടെ കംപ്ലൈന്റ് രജിസ്ട്രേഷൻ നമ്പർ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പെന്റിയം ഗോൾഡിന്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെറിയൊരു പീസ്, ഇത് നമുക്ക് ലാപ്ടോപ്പ് വാങ്ങി 1 മാസമൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ചുറ്റുകൂടി കാട്ടി കളയാറ് പതിവ്. പക്ഷെ ഇതിൽ വെച്ച് കൊണ്ടുപോകുന്നത് വളരെയധികം നല്ലതാണ്. കീബോർഡ് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില ഡിസ്പ്ലേ പ്രസ്സിങ് വരുമ്പോൾ ഇതുമ്പോൾ പൊടി അതേപോലെ തന്നെ ഡിസ്പ്ലേക്കും വരാനൊരു ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഇത് വെച്ച് പോകുന്നത് നല്ലതാണ്. സാധാരണ 1 മാസത്തെ കൂടുതൽ ആദ്യം ഞാൻ കണ്ടിട്ടില്ല. നല്ലൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മുകൾ ഭാഗമാണ് വന്നിരിക്കുന്നത്. പിന്നെ വിൻഡോസിന്റെ ഒരു ഒറിജിനൽ ആണെന്നുള്ളതിന്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട് ബാക്കിൽ തന്നെ. നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇൻബിൽറ്റ് വിൻഡോസ് ഉള്ള ഒരു മോഡലാണ് ഇതെന്ന് ഞാൻ പറഞ്ഞ. വിൻഡോസ് ലോഡായി വരണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും അത് കോൺഫിഗർ ആവാനായിട്ട്. ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഏതൊക്കെയാണ് കൺട്രി, പിന്നെ കീബോർഡിന്റെ പാറ്റേൺ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. വിൻഡോസ് ലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് വിൻഡോസ് ഇതിൽ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ്, ഇപ്പം നമുക്ക് പ്ലെയറുകൾ, പിന്നെ അതുപോലെ MS ഓഫീസ്, അങ്ങനത്തെ പ്ലെയറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം ഈ ബഡ്ജറ്റിൽ തരക്കേടില്ലാത്ത ഒരു ലാപ്ടോപ്പ് ആണ് ഇത്. 22,000 രൂപയ്ക്ക് താഴെ ആണ് വില ഇതിന് വരുന്നത്. ഇൻബിൽറ്റ് വോയിസ് ഉള്ള കാരണം നമുക്ക് ഡ്രൈവേഴ്സോ അങ്ങനെ മറ്റൊന്നും അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ സാധാരണ നമ്മൾ വിൻഡോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡ്രൈവേഴ്സും എടുക്കാനായിട്ട് സെപ്പറേറ്റ് സോഫ്റ്റ്വെയർസ് നമ്മൾ ഇവരെ സൈറ്റിൽ നിന്ന് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻബിൽറ്റ് വിൻഡോസ് അടക്കമാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് വിൻഡോസ് ജസ്റ്റ് ഒന്ന് നമുക്ക് പേരടിക്കാനുള്ള ഓപ്ഷൻ, പിന്നെ അതുപോലെ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ 1-2 സ്റ്റെപ്പുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൽ നമുക്ക് ഫ്രണ്ട് പോർഷൻ നമുക്ക് അവൈലബിൾ ആകും. അപ്പോൾ അത്യാവശ്യം ഒരു നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ് ഈ മോഡൽ വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ.